കേരള കത്തോലിക്ക സഭയിൽ സമൂഹ നന്മയ്ക്കു വേണ്ടി നിശബ്ദമായ സേവനം ജീവിത ലക്ഷ്യമാക്കിയ ഒരു വൈദികൻ. ക്രിസ്തുവിൻ്റെ ആ മഹാസ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു പുരോഹിതൻ, ഫാദർ റോയ് മാത്യു വടക്കേൽ. 2 പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് ആരംഭിച്ച അച്ഛൻ്റെ ദൈവവിളിയുടെ ഈ പ്രയാണം ഇപ്പോൾ അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു കാര്യം അച്ഛൻ ഇന്നും വിസ്മരിക്കാതെ കാത്തുസൂക്ഷിക്കുന്നു: പാവങ്ങളോടുള്ള തൻ്റെ മാതാപിതാക്കളുടെ അലിവും സ്നേഹവും. സുവിശേഷത്തിന് യോഗ്യമായ ജീവിതം നയിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഘടകങ്ങളാണ്. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്ഥലം നാടൻ പശുക്കൾക്ക് വേണ്ടിയുള്ള ഒരു തൊഴുത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഇത് കാസർഗോഡൻ ഇനത്തിൽപ്പെട്ട പ്രത്യേക നാടൻ പശുവാണ്. ഇത് കുറിച്ച് ഞാൻ പറയുമ്പോൾ നമുക്ക് മറ്റ് പശുക്കൾ തൊഴുത്ത് ഇവിടെ ഉണ്ട്. എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി നാടൻ പശുക്കൾക്ക് വളരെ പ്രത്യേകത ഉള്ളതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇതിൻ്റെ ചാണകവും മൂത്രവും വളരെ ഫർട്ടൈലായിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ അതിന് പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ തൊഴുത്ത് പണിതിരിക്കുന്നത്. ഇതിൻ്റെ മൂത്രം പ്രത്യേകമായി നമ്മൾ ശേഖരിക്കുന്നുണ്ട്, ചാണകം പ്രത്യേകമായി ശേഖരിക്കുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ ജീവാമൃതം എന്നുള്ള ഒരു ജൈവ വളം ഉണ്ടാക്കി ആണ് നമ്മൾ നമ്മുടെ കൃഷിസ്ഥലങ്ങളിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ പാലിന് 200 രൂപയിലധികം 1 ലിറ്ററിന് വിലയുണ്ട്. ഇതിൻ്റെ തീറ്റയും മറ്റ് പശുക്കൾക്ക് കൊടുക്കുന്ന പെല്ലറ്റോ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളിന് കൊടുക്കാറില്ല. ഇതിന് നമ്മൾ കൊടുക്കുന്നത് സാധാരണ കഞ്ഞിവെള്ളം കൊടുക്കും, തവിട് കൊടുക്കും, പിന്നെ സാധാരണ പുല്ല് കൊടുക്കും. ഇത് മാത്രമേ ഇതിന് നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ വ്യത്യസ്തങ്ങളായ മൃഗങ്ങളുടെ പരിപാലനം നല്ല സമ്പ്രദായ ആശ്രമത്തോട് ചേർത്ത് വി ഫാം എന്നുള്ള ഫാമിൽ നടത്താനുള്ള പ്രധാന കാരണം റോയ് അച്ഛന് വളരെ താല്പര്യമുള്ള ഒരു പ്രധാന ശുശ്രൂഷ മേഖലയാണ് ഭിന്നശേഷിക്കാർ. കേരളത്തിൽ നിരവധി സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും കുട്ടികൾക്ക് ആവശ്യമായ അറിവോ പരിശീലനമോ ലഭിക്കുന്നില്ല. ഇത് മനസ്സിലാക്കിയ സർക്കാർ ഈ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രായോഗികമായ പാഠ്യപദ്ധതി തയ്യാറാക്കാൻ റോയ് അച്ഛനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പിള്ളേർക്ക് പാഠനത്തിരുന്ന് വളരെ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. പക്ഷേ ആദ്യം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തുകൊണ്ടിരുന്നതിനേക്കാളും എല്ലാ ദിവസവും ആയി കഴിഞ്ഞപ്പോഴത്തേ അവർക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അതവരിപ്പോൾ ഒരു അവധിയാണെങ്കിൽ പോലും അവർക്ക് ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു ഇതായിട്ടുണ്ട് ഇപ്പോൾ പിള്ളേർക്ക്. നമ്മൾ മറ്റ് തൊഴിൽ പരിശീലനങ്ങൾ പലതും നടത്തിയിരുന്നല്ലോ. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ആണോ അതോ താല്പര്യം? ഇവർക്ക് താല്പര്യം കൂടുതലാണ് മറ്റുള്ളതിൽ നിന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതുങ്ങളുടെ സ്നേഹം ഇതെല്ലാം കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് നടക്കലും എല്ലാ പരിപാടികളും ഉണ്ട് ഇവർ. അത് തന്നെ ഇവർക്ക് വീട്ടുകളിലായാലും ഇത് തുടങ്ങാനുള്ളൊരു താല്പര്യമാണ്. മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സംബന്ധിച്ച് ബൗദ്ധികമായ പഠനത്തെക്കാൾ അവർക്ക് അനുദിന ജീവിതത്തിൽ അവരുടെ കഴിവുകൾ എന്തെന്ന് കണ്ടെത്തി അത് പരിശീലിപ്പിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് 18 വയസ്സ് കഴിഞ്ഞ യുവതി യുവാക്കളായവരെ സ്കൂളിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പഠിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി നാം ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം തൊഴിൽ പരിശീലനത്തിനാണ് കൊടുക്കുക. ജൂൺ മാസം മുതൽ നമ്മൾ ഇവിടെ ഇവർക്ക് വേണ്ടി ഒരു ഫാം സ്കൂൾ തന്നെ ആരംഭിച്ചു. ഇപ്പം നമ്മൾ കാണുന്നത് പോലെ ഇവർക്ക് വളരെ സന്തോഷമാണ് ആടിനെ വളർത്തുക, അല്ലെങ്കിൽ ആട്ടിൻകുഞ്ഞിനെ കാണുക, അല്ലെങ്കിൽ പശുവിന് തീറ്റ കൊടുക്കുക. പ്രത്യേകിച്ച് മുയൽ കുഞ്ഞുങ്ങൾ, കോഴി, അപ്പോൾ കോഴിയുടെ മുട്ട ശേഖരിച്ച് കൊണ്ടുവരിക, അതിന് തീറ്റ കൊടുക്കുക. അപ്പോൾ ഇത് ഒരു തെറാപ്യൂട്ടിക്കൽ ഇഫക്റ്റ് ആയിട്ട് കൂടി നമുക്ക് കാണുകയാണ്.
ഒരു പ്രധാനപ്പെട്ട ഗുണമായി ഞങ്ങൾ കാണുന്നത് ഇത് തന്നെ ഇവർക്ക് വീടുകളിൽ ചെന്ന് തുടർന്ന് വളർത്തുന്നതിനും അതിൻ്റെ ഒരു വരുമാനം കണ്ടെത്തുന്നതിനും മാതാപിതാക്കളോടൊത്ത് അവർക്ക് തന്നെ കുടുംബത്തിലെ ഒരു പ്രധാന ഭാഗം എന്ന നിലയിൽ നിന്നുകൊണ്ട് ഒരു വരുമാനം സമ്പാദിച്ച് മറ്റുള്ളവരെ പോലെ കുറെ കൂടി അഭിമാനത്തോടു കൂടി ജീവിക്കുവാൻ മറ്റേതൊരു തൊഴിലിനേക്കാൾ ഇടവരുന്നു എന്നുള്ളത് വേറെ ആശ്വാസപരമായ കാര്യമാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ കാട മുട്ട ഒക്കെ ഇന്ന് ശേഖരിച്ചായിരുന്നു. ആൻഡ്രൂ, നീ എന്നെ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കുന്നേ? നീ ആടിനെ തീറ്റയൊന്നും ഇല്ലേ ഇന്ന്? അതെ. നിന്റെ ആട ഏതാ? അതെ. ആൻഡ്രൂ എൻ്റെ അമ്മ പല പ്രാവശ്യം പറയുകയുണ്ടായി, ഇവന് നേരത്തെ പറമ്പിലേക്ക് പോകുവാനോ കൃഷി ചെയ്യുവാനോ ഒന്നും ഒട്ടും താല്പര്യമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവന് പ്രത്യേകിച്ച് വാഴത്തോട്ടത്തിലെ കൃഷികളാണ് ആൻഡ്രൂ ചെയ്യുക. വാഴത്തോട്ടത്തിലെ കൃഷി ചെയ്യാൻ തുടങ്ങിയതിനോടുകൂടി അവൻ ഏത് വീട്ടിൽ ചെന്നാലും വാഴക്കൃഷിയെക്കുറിച്ച് സംസാരിക്കും. വാഴക്കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. പോകുന്ന വഴിക്കെല്ലാം വാഴകൾ നിരീക്ഷിക്കും. അപ്പോൾ അവനെല്ലാം ഉണ്ടായ പല മാറ്റങ്ങൾ നിരീക്ഷണ പാഠവത്തിൽ അവന് വളരെ വർദ്ധിക്കാൻ സാധിച്ചു. കൂടാതെ ഓർമ്മ വാഴയെക്കുറിച്ചും മറ്റിതര കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പഠിച്ചു. അതിലും വളരെ സന്തോഷമായ മറ്റൊരു കാര്യം, നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ പരിശീലനത്തിന് പങ്കെടുക്കുന്നവർക്കെല്ലാം ഏതെങ്കിലും ഒരു ചെറിയൊരു തുകയെങ്കിലും നമ്മൾ പാരിതോഷികമായി നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കിട്ടിയ പൈസ ശേഖരിച്ച് വെച്ചിട്ട് അമ്മയോട് പള്ളിയിൽ പോകുമ്പോൾ നേർച്ചയിടാനായിട്ട് പൈസ വേണമെന്ന് ചോദിച്ചു. അത് അമ്മയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. കൂടാതെ കഴിഞ്ഞ ദിവസം അമ്മ ഇവനോട് കുറച്ച് പൈസ കടം തരാമെന്ന് ചോദിച്ചു. ആ കടം തരാമെന്ന് പറഞ്ഞ് അവൻ കടം കൊടുത്തു. അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് തന്നെ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്നും തങ്ങൾക്കിത് ശേഖരിച്ച് കുടുംബത്തിൻ്റെ ഒരു വരുമാന മാർഗത്തിലേക്ക് ചേർക്കാൻ പറ്റുന്നൊക്കെ വലിയ സന്തോഷകരമായ കാര്യമാണ്. സ്നേഹമുണ്ടോ? സ്നേഹിക്കാം. ഒരു സാധാരണ വ്യക്തി തൻ്റെ ജീവിത കാലഘട്ടത്തിൽ നിത്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ തക്കവിധമുള്ള പരിശീലനങ്ങളാണ് ഇവിടെ കുട്ടികൾക്ക് നൽകുന്നത്. പശുപരിപാലനം അഭ്യസിക്കാനുള്ള മുന്നൊരുക്കമെന്ന നിലയിൽ റോയ് അച്ഛൻ ഈ ഫാം സ്കൂളിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുമുണ്ട് നിരവധി സജ്ജീകരണങ്ങൾ. മീൻകുളം തന്നെ നമുക്ക് 4ഓളമുണ്ട്. പിന്നെ നമ്മളിവിടെ തേനീച്ച, ചെറുതേനും വലുതേനുമായ ഈച്ചകളുണ്ട്. അതിൻ്റെ പെട്ടികൾ സഹിതം ഈച്ചകളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് മൃഗങ്ങളോട് ചേർന്ന് മൃഗങ്ങളുടെ പരിപാലനയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും വലിയ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ സാമ്പത്തിക നേട്ടം ഇല്ല എന്നും പറയുന്നില്ല. ചിലപ്പം കോഴി നമുക്ക് ലാഭകരമാണ്, താറാവ് നമുക്ക് ലാഭകരമാണ്, നമ്മൾ ഇങ്ങനെ പല മൃഗങ്ങളും നമുക്ക് ലാഭകരമാണ്. എല്ലാം ഒരുപോലെ എല്ലാ സീസണിലും സാമ്പത്തികമായ ഗുണമുണ്ടാക്കുന്നില്ല എങ്കിലും നമ്മൾ ഇവിടെ നല്ല സമ്പ്രദായ ആശ്രമത്തിൽ മാനസരോഗികളായ സ്ത്രീകളുടെ പുനരധിവാസം നടത്തുന്ന ഒരു ഭവനം കൂടിയാണ്. ഇവിടെ 130ഓളം സ്ത്രീകൾ ഇവിടെ കഴിയുന്നുണ്ട്. കൂടാതെ നമ്മൾ അടുത്ത കാലത്ത് മെൻ്റലി ചലഞ്ചറായിട്ടുള്ള ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന യുവാക്കൾക്ക് വേണ്ടി 18 വയസ്സ് കഴിഞ്ഞ് 100ഓളം യുവതി യുവാക്കൾക്ക് ഇവിടെ ഒരു ഫാം സ്കൂൾ, ആശ്വാസ് മൾട്ടി അഗ്രോ ഫാം സ്കൂൾ എന്ന പേരിൽ ഒരു ഫാം സ്കൂൾ ആരംഭിച്ചു. അവിടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം നൽകുന്നതിലൂടെ വലിയ മാറ്റങ്ങൾ ഈ കുട്ടികൾ വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു. ഇത് തന്നെ ഒരു 10 ഏക്കറിലധികം സ്ഥലമുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ ഇവിടെ വിവിധങ്ങളായ ഫ്രൂട്ട്സ് ഗാർഡനുണ്ട്, സ്പൈസസ് ഗാർഡനുണ്ട്, വെജിറ്റബിൾ ഗാർഡനുണ്ട്. ഫ്രൂട്ട്സിൽ തന്നെ വ്യത്യസ്തങ്ങളായ ഫ്രൂട്ട്സ് നമുക്ക് വിപണനം ചെയ്യാൻ തന്നെ, റംബുട്ടാനൊക്കെ ഈ വർഷം നമുക്ക് നല്ലതുപോലെ വിപണനം ചെയ്യാൻ തന്നെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കരനെല്ല് നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. വാഴക്കൃഷി 1000ഓളം വാഴ വെച്ച് കുട്ടികൾ വളരെ കാര്യമായിട്ട് അതിൻ്റെ അകത്ത് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. കപ്പ 2000ഓളം കപ്പയുണ്ട്. പുൽകൃഷി നമ്മൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാലനവും പരിശീലനവും നൽകുന്നത് ഇവിടെ പുനരധിവാസത്തിൽ ഞാനിപ്പോൾ സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ബന്ധപ്പെട്ട് സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു നേതൃത്വത്തിൽ നിൽക്കുമ്പോൾ ഞാൻ വിവിധ സ്കൂളുകളിൽ വിവിധ ജില്ലകളിൽ പോയി
ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, പ്രത്യേകിച്ച് കൃഷിയോടും ഫാമിങ്ങിനോടും ചേർന്ന് പ്രവർത്തിക്കുന്നവർക്ക് കാണുന്ന ഒരു വലിയ വ്യത്യാസം എടുത്തു പറയേണ്ടതായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് ഈ വിഫാം ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുകയും ഇവിടെയുള്ള ഇതര മൃഗപരിപാലനവും കൃഷിയും പൂന്തോട്ടവും ഒക്കെ കാണുക. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന യുവതി യുവാക്കൾക്ക് റോയിയച്ചൻ്റെ ഈ ഫാം സ്കൂളിൽ ചേർന്ന് തൊഴിൽ പരിശീലനം നേടാം. പ്രോത്സാഹനമായി സ്റ്റൈഫൻഡും നൽകുന്നു. മറ്റ് സാധാരണ മനുഷ്യരെ പോലെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഊർജമാണ് ഇതിലൂടെ കുട്ടികൾക്ക് ലഭിക്കുക. മണ്ണ് ദൈവത്തിൻ്റെ ദാനമാണ്. ദാനമായ ഈ മണ്ണിൽ കൃഷി ചെയ്ത് ഫലമെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്. അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് നല്ല സമ്പ്രദായ ആശ്രമത്തിലുള്ള ഈ വിഫാമിൽ ഈ വിധത്തിൽ കൃഷിക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ ചില പദ്ധതികൾ രൂപീകരിച്ചിരിക്കുക. ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ഈ മറയിൽ നമ്മൾ കൂടുതൽ ആധുനിക രീതിയിലുള്ള കൃഷിയുടെ സംവിധാനങ്ങളാണ് ചെയ്തിരിക്കുക. ഇവിടെ ഈ മിസ്റ്റ് ഇട്ടിരിക്കുന്നത് നമുക്കറിയാം, വെള്ളത്തിൻ്റെ അളവ് വളരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു മണിക്കൂർ കൊണ്ട് 40 ലിറ്റർ വെള്ളം മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. അപ്പോൾ അത് വളരെ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത് തന്നെ വെള്ളമില്ലാത്ത സമയങ്ങളിൽ പോലും നമുക്ക് ഈ ഇറിഗേഷൻ ഇവിടെ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിത് ഓൺ ചെയ്ത് വെച്ചാൽ മതി, മറ്റാരുടെയും മാനുവൽ വർക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒക്കെ നമുക്ക് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടി ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്കണോമിക്കലി നമുക്ക് ഗുണകരമായിട്ട് കൂടി ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ പൂർണ്ണമായി അടഞ്ഞു കിടക്കുന്നതിനാൽ മറ്റ് കീടങ്ങളുടെ ശല്യവും വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പല വിധത്തിൽ ഇത് എക്കണോമിക്കലിയും പ്രൊഡക്ഷൻ രീതികളിലും അധ്വാന രീതികളിലുമൊക്കെ നമുക്ക് ഗുണകരമായ ഒരു കാര്യമായിട്ടാണ് തോന്നുക. അപ്പോൾ മണ്ണിനെ സ്നേഹിച്ച് നല്ല മനുഷ്യനാകുവാനുള്ള നല്ല സമ്പ്രദായ ആശ്രമത്തിൻ്റെ വി കെയർ ഫാമിൻ്റെയും ഒരു പരിശ്രമത്തിൻ്റെ ഒരു പ്രധാന കണ്ണി അല്ലെങ്കിൽ പ്രധാന ഇടം എന്ന നിലയിലാണ് നമ്മൾ ഈ നഴ്സറിയെ നമ്മൾ കാണുന്നത്. ഭൗതിക വെല്ലുവിളി നേരിടുന്നവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന മേഖലയിൽ ഇന്ത്യയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മഹതി ആണ് ഡോക്ടർ പ്രൊഫസർ തൃശ്യാക്കുട്ടി. മാഡത്തെ ഈ അവസരത്തിൽ ഞാൻ ഏറെ സന്തോഷത്തോടെയാണ് പരിചയപ്പെടുത്തുക. എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ കുട്ടികളുടെ തൊഴിൽ പരിശീലനത്തിന് പ്രത്യേകിച്ച് നാം ആരംഭിച്ചിരിക്കുന്ന ആശ്വാസ് അഗ്രോ മൾട്ടി ഫാമിൻ്റെ ഒരു കരിക്കുലമാണ്. ഈ കരിക്കുലം മാഡം ഇപ്പോൾ പ്രിപ്പറേഷനിലാണ്. ഏകദേശം 10ഓളം കരിക്കുലം തയ്യാറായി കഴിഞ്ഞു. അടുത്ത ഇവിടെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്കേറെ സന്തോഷമുള്ള കാര്യം, ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ PhD എടുത്ത് ഏകദേശം 35 വർഷത്തോളം സെക്കൻഡറാബാദിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുകയും ഇതിന് നിയതമായ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തയാളാണ്. മാഡത്തോട് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുക, മാഡത്തിൻ്റെ ഈ കഴിഞ്ഞ നാളുകൾ മുഴുവൻ സമയം എന്നതുപോലെ സ്കൂൾ ജീവിതത്തിന് ശേഷം മിക്കവാറും പൂർണ്ണമായും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിലായിരുന്നു. അപ്പോൾ അതേക്കുറിച്ച് മാഡത്തിന് ഞങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? ഞാൻ 33 വർഷം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തു. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഈ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾക്ക് തൊഴിൽ പഠിപ്പിച്ച് അവർക്ക് നല്ല വേതനം കിട്ടുന്ന ഒരു ജോലിയിൽ അവരാക്കണം എന്നുള്ളതായിരുന്നു. അപ്പം ഇതൊരു വലിയ ആഗ്രഹമായിരുന്നു. ഇങ്ങനെ തൊഴിലുകൾ കണ്ടുപിടിച്ച് അതിനൊരു സിലബസ് ഉണ്ടാക്കി കൃത്യമായിട്ട് അവരെ പഠിപ്പിച്ച് അവർക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഒരു ജോലിയിലാക്കണമെന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ, അതായത് ആശാനിലയത്തിൽ സ്കൂളിനോടനുബന്ധിച്ച് ഇവിടെ വരുമ്പോൾ അച്ഛൻ്റെ ഈ പ്രവർത്തനങ്ങൾ കണ്ടു. പിന്നെ അച്ഛനും ഇതിങ്ങനെ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് നമുക്കിവിടെ എന്തായാലും ശരി, എത്ര ചിലവായാലും അതെല്ലാം പ്രശ്നമല്ല, നമുക്കത് ചെയ്യണമെന്ന് അച്ഛൻ സമ്മതിച്ചു.
അപ്പോൾ എനിക്ക് തന്നെ ഒരു വിശ്വാസം തോന്നി അതിവിടെ നടത്താൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ 10 ഏക്കർ സ്ഥലത്ത് ഈ എല്ലാ കൃഷികളും എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ അതുമാത്രമല്ല 40 വർഷമായിട്ട് ആശാനിലയം സ്കൂൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ ഏതാണ്ട് 100ഓളം കുട്ടികൾ, 100ഓളം പേർ 15 വയസ്സിൽ കൂടുതലുള്ള പിള്ളേരാണ്. അപ്പോൾ അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിട്ടും എനിക്കത് തോന്നി. ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിച്ചെടുത്ത് ഇവരെ തൊഴിലിലാക്കി ഒരു ജീവിക്കാൻ പഠിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ നടപ്പാകുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ എത്ര ദൂരെയാണെങ്കിലും ശരി, എത്ര സമയമാണെങ്കിലും ശരി, അത് കണക്ക് കൂട്ടാതെ ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു ചോദ്യം ഇടയ്ക്ക് കയറി ചോദിക്കുക. ഈ കുട്ടികൾക്ക് വേണ്ടി വിവിധങ്ങളായ തൊഴിൽ പരിശീലനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിലുണ്ട്. എന്നാൽ കൃഷിക്കും ഫാമിങ്ങിനും എന്താണ് കൂടുതൽ പ്രാധാന്യമുള്ളതായിട്ട് മാഡത്തിന് തോന്നുന്നത്? കൃഷിയാകുമ്പോഴേനും അതിലുള്ള റെപ്പറ്റേറ്റീവ് ടാസ്ക് വീണ്ടും അങ്ങനെ വലിയ സ്കിൽഡ് ജോബ്സ് അല്ലാതെ വലിയ സ്കിൽസ് അവർക്ക് ആവശ്യമില്ല. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല കേരളത്തിലും കൃഷി ഏറ്റവും അധികമായിട്ടുള്ളതാണ്. ഈ കുട്ടികളുടെ വീടുകളിലെല്ലാം കൃഷി ഉണ്ട്. അപ്പോൾ കൃഷി സ്വതവേ ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആരോഗ്യത്തിനും ഒരു നല്ല കാലാവസ്ഥയും നല്ല ഇതെല്ലാം അവർക്ക് അനുഭവിച്ചിട്ട് അത് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ കൃഷിക്ക് ഏറ്റവും പ്രാധാന്യം നൽകുന്ന സമയമാണ്. അതായത് റൂറൽ ബേസ്ഡ് ആയിട്ടുള്ള ജോലികൾ പഠിപ്പിക്കണമെന്നത് ഇന്ന് ഇന്ത്യ ഗവൺമെൻറ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും വൈറ്റ് കോളർ ജോബ്സ് അങ്ങനെ വിചാരിച്ചു പോയാൽ നമ്മുടെ കുട്ടികൾക്ക് അത് എപ്പോഴും നന്നായിന്ന് വരില്ല. അതുകൊണ്ട് കൃഷി സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉദ്ദേശം സാധിക്കും, അവർക്കൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നതിന് സാധിക്കും. അതുകൊണ്ടാണ് കൃഷിയിൽ കൂടുതൽ. ഇന്ത്യയിലെ ഏതെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിൽ ഇതുപോലെ കൃഷിക്ക് തനതായ കരിക്കുലവും സംവിധാനങ്ങൾ ക്രമീകരിച്ച് ഒരു കരിക്കുലത്തോടു കൂടി അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതിയോടുകൂടി ഈ തൊഴിൽ പരിശീലനം നടത്തുന്നതുള്ളതായിട്ട് മാഡത്തിന് അറിയാമോ? ഇതുവരെ ഇങ്ങനെ ഈ സിലബസ് ഉണ്ടാക്കി പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് വരെ ഇന്ത്യയിൽ ആരംഭിച്ചിട്ടില്ല. ഇന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് ഒരു അംഗീകാരം ലഭിച്ച ഒരു സിലബസ് ഈ പിള്ളേർക്ക് ഇല്ല. ഒന്ന് ഞാൻ പറയാം, അതായത് നമ്മൾ ഒരു 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ സാധാരണ 10ാം ക്ലാസ് കഴിച്ചാൽ അവർ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അവർ ആ സ്കൂളിൽ നിന്ന് പോരും. പക്ഷേ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചില സമയം അവസാനം വരെ 40 വയസ്സ് 50 വയസ്സ് 60 വയസ്സായാലും ആ സ്കൂളിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാതെ എന്നും കുട്ടിയായി തന്നെ ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരെ കുട്ടിയെന്നാണ് വിളിക്കുക, കുട്ടികളെന്ന് പറയുക. അങ്ങനെ ഒരു പ്രായമായ വ്യക്തികളെന്ന് അവരെ അംഗീകരിക്കാൻ ഇന്നുവരെ സാധിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് വേതനം ലഭിക്കുന്ന ഒരു നല്ല തൊഴിലോ അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പദ്ധതിയോ നമ്മൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. അതുകൊണ്ട് അത് ഇന്നിൻ്റെ ആവശ്യമാണ്. അത് ഗവൺമെൻറ് തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് എല്ലാ സ്കൂൾസും ഇരുന്ന് കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്നില്ല. ഓരോ സ്കൂളുകളും ആ സ്കൂളുകളിലുള്ള 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊഴിലുകൾ കണ്ടെത്തി ഇതുപോലെ പരിശീലിപ്പിച്ച് അവരെ ഒരു തൊഴിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടെയാണ് ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ആരംഭിച്ചിരിക്കുന്നത്. മാഡം ഇവിടെ സൂചിപ്പിച്ച ഈ ഫാം സ്കൂളിൽ ഒരു തൊഴിൽ പരിശീലിപ്പിക്കുന്ന ഒരിടമെന്ന നിലയിലാണ്. ഒരു ജോലി ചെയ്യിപ്പിക്കുക എന്നതിനേക്കാൾ ജോലി പഠിപ്പിക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശം വെച്ചിരിക്കുക. അപ്പോൾ അതിന് പറ്റുന്ന വിധത്തിൽ വളരെ ആകർഷകമായ വിധത്തിലുള്ള കരിക്കുലമാണ് മാഡം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഇതിൻ്റെ പടം കണ്ടുകൊണ്ടും ഇതിൻ്റെ മൊഡ്യൂളുകൾ വേണ്ടവണ്ണം ശ്രദ്ധിച്ചുകൊണ്ടും ഇത് നല്ലവണ്ണം പഠിക്കുവാൻ ആയിട്ട് സാധിക്കും. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടും വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ കരിക്കുലം ക്രമീകരിച്ചിരിക്കുക. അപ്പോൾ മാഡത്തെ പോലെ ഒരാളെ നമുക്ക് ഈ ഇവിടെയുള്ള ഫാം സ്കൂളിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ ലഭിച്ചതിലേറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഈ കാര്യങ്ങൾ സംസാരിച്ചതിലുള്ള നന്ദി സ്നേഹവും മാഡത്തോട് അറിയിക്കുന്നു. വളരെ സന്തോഷം. അതുപോലെ തന്നെ ഒരു സമർപ്പണ ബോധത്തോടെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി അതിൽ ഈ കുട്ടികൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അച്ഛൻ്റെയും പ്രവർത്തനങ്ങൾ നന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാൻ
മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ അസോസിയേഷൻ ചെയർമാൻ, KCBC സ്പെഷ്യൽ സ്കൂൾസ് ആൻഡ് കെയർ ഹോംസ് സംസ്ഥാന ഡയറക്ടർ തുടങ്ങിയ നിരവധി സമിതികളെ നയിക്കുന്നത് റോയി അച്ഛനാണ്. മാനവക്ഷേമത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള അച്ഛൻ്റെ ശുശ്രൂഷകളാണ് ഈ നിലയിലെത്താൻ ദൈവം സഹായിച്ചത്. ഗവൺമെന്റ് തലത്തിലും രൂപതയുടെ വിവിധങ്ങളായ പുനരധിവാസ പ്രസ്ഥാനങ്ങളിലും പങ്കുചേരുമ്പോഴും എല്ലാ മേഖലകളിലും അച്ഛൻ്റെ നിറസാന്നിധ്യമുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം പുതിയൊരു കരിക്കുലം തുടങ്ങിയിരുന്നു. അപ്പോൾ ആ കരിക്കുലവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ വർഷത്തെ പ്രോഗ്രാം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? കഴിഞ്ഞ വർഷങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് ഈ കരിക്കുലം ഒത്തിരി നന്നായിട്ട് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 8 പുസ്തകങ്ങളായിട്ടാണ് അത് തിരിച്ചിരിക്കുക. ഈ 8 പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ട് സാധാരണയായിട്ട് ടീച്ചേഴ്സ് ഒരു കുട്ടി പുതിയതായിട്ട് സ്കൂളിലോട്ട് അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ അസസ്മെൻറ്റ് നടത്തി അവർക്ക് വേണ്ടുന്ന സ്കിൽസ് സെറ്റ് ചെയ്ത് ഒരു 3 മാസത്തേക്ക് 6 മാസത്തേക്ക് അല്ലെങ്കിൽ 1 വർഷത്തേക്ക് എന്ന രീതിയിൽ ഗോളുകൾ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്കില്ല് സെലക്ട് ചെയ്യുന്നു. അതനുസരിച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ടേമിലി ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ഈ ടേമിലി ഇവാലുവേഷൻ എന്ന് പറയുന്നത് തന്നെ വൈവയായിട്ടും കുട്ടികൾക്ക്, അതായത് ചോദ്യങ്ങൾ ചോദിച്ച് അവരോട് ഉത്തരങ്ങൾ പറയിക്കുന്നുണ്ട്. കൂടാതെ 50 മാർക്ക് വരത്തക്ക രീതിയിലുള്ള 8 പേപ്പറുകളുടെ എക്സാം 4 ദിവസങ്ങളിലായിട്ട് നടത്തുന്നു. ഒരു ദിവസം 2 വിഷയങ്ങളുടെ എക്സാമാണ് സാധാരണ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആശാനിലയം സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് ആണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിറ്റി ഏതാനും കാര്യങ്ങളെ ഇപ്പോൾ സംസാരിച്ചത് നമ്മൾ കേട്ടു. ഞാൻ കേരളത്തിൽ സമാനമായി 300-ലധികം സ്പെഷ്യൽ സ്കൂളുകളാണ് ഉള്ളത്. തുല്യത, നീതി, സ്വാതന്ത്ര്യം ഏതൊരു പൗരനും ഇന്ത്യൻ ഭരണഘടന വിവക്ഷിച്ചിട്ടുള്ള കാര്യമാണ്. എന്നാൽ കേരളത്തിൽ ഇത്ര അധികം തഴയപ്പെട്ട് നിൽക്കുന്ന ഒരു വിഭാഗം ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ 42 ലക്ഷം കുട്ടികൾ സൗജന്യ വിദ്യാഭ്യാസം കേരളത്തിൽ ലഭ്യമാകുന്നുണ്ടെങ്കിൽ കാഴ്ച, കേൾവി, സംസാര വൈകല്യമുള്ള കുട്ടികൾക്കും ആ അവസരം ലഭ്യമാണ് എങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രം ഇന്നും കേരളത്തിൽ ഈ സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമല്ല എന്നുള്ളതും 314 സ്പെഷ്യൽ സ്കൂളുകളെ DPയുടെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അതിൽ ഒരു സ്കൂൾ ഒഴികെ ബാക്കി ഉള്ള സ്കൂളുകളൊക്കെയും സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടു കൂടി മാത്രം പരിശീലനം നൽകുന്ന സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ പ്രസക്തി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇവർക്ക് അക്കാഡമിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതിനേക്കാൾ ഇവർക്ക് സ്വയമായി എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും, ടോയ്ലറ്റ് ട്രെയിനിങ് ഉൾപ്പെടെ പല്ല് തേക്കുന്നതിനുള്ള, ഭക്ഷണം കഴിക്കുന്നതിനുള്ള, വസ്ത്രം ധരിക്കുന്നതിനുള്ള എല്ലാ പരിശീലനങ്ങളും നൽകുന്ന ഒരു കുടുംബമായിട്ട്, ഒരു ഭവനമായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂളുകൾ കാണുക. 40 വർഷം പൂർത്തിയാക്കുന്ന ഈ സ്ഥാപനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്യുന്നത് ഒരു ഔദാര്യം എന്നതിനേക്കാൾ ഇവർക്കിത് അവകാശപ്പെട്ടത് എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് രൂപത 40 വർഷങ്ങൾക്ക് മുമ്പ് രൂപത ആരംഭത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം ആരംഭിച്ച് 7 കുട്ടികളോടുകൂടി ആരംഭിച്ച് ഇന്ന് 211ഓളം കുട്ടികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകുക. 48ഓളം അധ്യാപകരെ ഇവിടെ സേവനം ചെയ്യുമ്പോൾ ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇവിടെ ആരംഭകാലം മുതൽ സേവനം ചെയ്യുന്ന ഓമന ടീച്ചർ എവിടെയാണ്? ഓമന ടീച്ചർ ഈ സ്ഥാപനം ആരംഭിച്ച നാൾ മുതൽ 30 വർഷത്തിലധികമായി ഇവിടെ സേവനം ചെയ്യുന്നയാളാണ്. ഇന്ന് ഗവൺമെൻറ് നൽകുന്ന സാലറിയാണ് എങ്കിൽ 3800 രൂപയാണ് 34 വർഷമായിട്ട് പഠിപ്പിക്കുന്ന ഈ അധ്യാപികയ്ക്ക് ഗവൺമെൻറ് കൊടുക്കുക. നമ്മൾ കുറച്ചുകൂടിയൊക്കെ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എങ്കിലും ഇവർ ചെയ്യുന്ന സേവനത്തിന് പറ്റുന്ന ഒരു വേതനം നമുക്കും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ഖേദകരമായ അവസ്ഥയുണ്ട്. ഇവിടെയാണ് ഞാൻ 42 ലക്ഷം കുഞ്ഞുങ്ങളെ സൗജന്യ വിദ്യാഭ്യാസം നേടുകയും അവിടെയുള്ള അധ്യാപകർക്ക് 10,000 കണക്കിന് രൂപ വേതനം ലഭ്യമാകുന്നതായ സാഹചര്യങ്ങൾ കാണുക.
നാം മുമ്പ് പറഞ്ഞതുപോലെ ഇവരും സമൂഹത്തിൻ മുഖ്യധാരയിലേക്ക് വരുവാൻ മറ്റേതൊരു പൗരനെയും പോലെ കടപ്പെട്ടവരാണ് എങ്കിലും ഇന്നും മറ്റുള്ള ഔദാര്യത്തിൽ മാത്രം കഴിയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മാതാവോ പിതാവോ ദുഃഖിക്കുന്നുവെങ്കിൽ ലോകയിട്ട് നടക്കുന്ന ആളെന്ന നിലയിൽ ഒന്നാമത് ഞാനതിന് കുറ്റക്കാരനാണ്. രണ്ടാമത് പൊതുസമൂഹത്തിൽപ്പെട്ട നമുക്കൊക്കെയും ഇതിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു മാതാപിതാവ് ദുഃഖിക്കുന്നുണ്ട് എങ്കിൽ, ഒരു മാതാപിതാവ് ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും നിരാശയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം സഭ അല്ലെങ്കിൽ രൂപത ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു സ്പെഷ്യൽ സ്കൂള് നമ്മൾ ഇവിടെ നടത്തുക. നമ്മുടെ ദേശീയ പതാകയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ദേശീയ പതാകയ്ക്ക് 3 കളറുണ്ട് അല്ലേ? എത്ര കളറാണ് ഉള്ളത്? 3 കളറുണ്ട് ദേശീയ പതാകയ്ക്ക്. ഏറ്റവും മുകളിൽ ഓറഞ്ച് കളറ്. ഓറഞ്ച് കളർ ഏതാ? നിങ്ങളുടെ സ്കെച്ച് ഉണ്ടല്ലോ, കാണിച്ചേ. ഓറഞ്ച് കളറ്. പിന്നെ ഏറ്റവും താഴെ പച്ച കളറ്, നടുക്ക് വെള്ള. വെള്ളയുടെ അടുത്ത് നടുക്ക് ഒരു വട്ടം ഉണ്ടല്ലോ, അതെന്നാ പറഞ്ഞേ? അശോക ചക്രം. നമ്മൾ പഠിച്ചായിരുന്നു ദേശീയ പതാക എന്താണ്, ദേശീയ പതാകയുടെ കളർ എന്താണെന്ന് പഠിച്ചു. ഇപ്പൊ നമ്മളത് വരയ്ക്കാൻ പോവുക അല്ലേ? അപ്പൊ ഏറ്റവും മുകളിൽ വരച്ചേക്കുന്ന ഏതാണ്? ഓറഞ്ച് കളർ ഏറ്റവും മുകളിൽ. അതിന് താഴെ നടുക്ക് വെള്ള. വെള്ളയുടെ നടുക്ക് എന്താ ഉള്ളേ? അശോക ചക്രം. ഇപ്പൊ നമ്മൾ ആ സിസ്റ്റർ തന്നേക്കുന്ന ആ പേപ്പറിൽ വരച്ചിട്ടുണ്ട് അല്ലേ? ആ നിങ്ങൾ അതിന്റെ ഒരു ശകലം പോലും ആ വരയ്ക്ക് പുറത്ത് പോകാതെ എല്ലാവരും വരയ്ക്കണം. ഇനി വരച്ചു തുടങ്ങിക്കോ. വരയുടെ പുറത്ത് പോകരുത്, കറക്റ്റായിട്ട് വരയ്ക്കണം. വരയുടെ പുറത്ത് പോകാൻ ശ്രദ്ധിച്ച് പതുക്കെ വരച്ചാൽ മതി, സ്പീഡൊന്നും കൂട്ടണ്ട, പതുക്കെ. അഖിൽ, എൻ്റെ പേര് സിസ്റ്റർ സുമ പോൾ. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സ്ഥാപനമായ ആശാനിലയ സ്കൂളിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. 18 വർഷമായിട്ട് ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഈ വർഷം എനിക്ക് കിട്ടിയേക്കുന്നത് പ്രീ വൊക്കേഷണൽ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ 16, 17, 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 10 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ കുട്ടികളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പല ഐക്യൂലുള്ള കുട്ടികളാണ്. ചിലർക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, കൃത്യമായിട്ട് ചെയ്യും. പിന്നെ നാളെ വരുമ്പോഴത്തേക്ക് മറന്നുപോകും. എങ്കിലും ഒത്തിരിയേറെ പുരോഗതി ഞാൻ ഈ പിള്ളേർ കാണുന്നുണ്ട്. പിന്നെ ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്കുള്ള കാര്യങ്ങളാണ്. അതായത് പേപ്പർ മുറിക്കുക, കത്രികയ്ക്ക് മുറിക്കാൻ പഠിക്കുക, പേപ്പർ ചുരുട്ടാൻ പഠിക്കുക, അളക്കാൻ പഠിക്കുക, കുപ്പികളിലൊക്കെ സാധനങ്ങൾ പകരാൻ പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ കൂടുതലായിട്ട് പഠിക്കുന്നത്. പിന്നെ എണ്ണം പഠിക്കുന്നുണ്ട്. അതിനകത്ത് ഓരോ കുട്ടികൾക്കും വ്യത്യസ്തങ്ങളായ കഴിവുകളുണ്ട്. ചിലർ എണ്ണം നന്നായിട്ട് പഠിക്കും, ചിലർ എഴുതാൻ പഠിക്കും, ചിലർ ജോലി ചെയ്യാനായിട്ട് പഠിക്കും. അപ്പം ഞാൻ ഈ കുട്ടികളിൽ കാണുന്നത് ഓരോരുത്തരുടെയും വ്യത്യസ്തമായ കഴിവുകളാണ്. അത് മാക്സിമം വളർത്തിക്കൊണ്ട് വന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, അതായത് ഏതെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിക്കുക എന്നതാണ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാനും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാനും സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുമായിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിക്കുന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ പാഠ്യവിഷയങ്ങൾ തലയിൽ കുത്തിത്തിരികെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുന്നതിനേക്കാളും നിരവധി ജീവിതശൈലിക്കാവശ്യമായ പഠനരീതികൾ തുടങ്ങിയതിലൂടെ കുട്ടികളുടെ മനസ്സ് വളരാനും ആത്മധൈര്യം വർദ്ധിപ്പിക്കാനും ഉപകരിക്കുന്നു. ഇത് ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആശാനിലയ സ്കൂളിലെ കുട്ടികളാണ്. ഞാനിവിടുത്തെ ടീച്ചറാണ്. എൻ്റെ പേര് ബീന എന്നാണ്. കുട്ടികൾ ചെയ്യുന്നതാണിത്. ചിരട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഫ്ലവറാണിത്. ഇതെല്ലാം കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അവർ നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇത് മുള കൊണ്ട് നിർമ്മിക്കുന്ന സാധനങ്ങളാണ്. അവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിവിധങ്ങളായ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളാണ് ഈ കുട്ടികൾ ഇവിടെ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇവർക്ക് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ മുന്നോട്ടാണേലും ഇവർക്ക് വീട്ടിലിരുന്നാണേലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ ചെയ്യിക്കുന്നത്. ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം അവർക്ക് വേതനമായിട്ട് കൊടുക്കുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ റോയി അച്ഛൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 11 സ്ഥാപനങ്ങളിലൊന്നായ ആശാ കിരൺ, സിസ്റ്റർ ട്രീസയുടെയും സിസ്റ്റർ ബർത്തയുടെയും സ്തുത്യർഹമായ സേവനം മൂലം ഇവിടുത്തെ 38ഓളം മാനസിക വെല്ലുവിളികൾ നേരിടുന്ന
ഈ കുട്ടികൾക്ക് ആശ്വാസമേകുന്നു. കരുണാർദ്രമായ ദൈവവിളികളുടെ ഒരു നേർക്കാഴ്ച.